ശമ്പളം വൈകുന്നു എന്നാരോപിച്ച് ഏറെ നാളുകൾക്ക് മുൻപ് കെഎസ്ആർടിസി ജീവനക്കാർ സമരം ചെയ്യുകയാണ്. എന്നാൽ കെഎസ്ആർടിസിയിൽ 1-ാം തീയതി ശമ്പളം നൽകണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്ത കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടനയിലെ അംഗങ്ങൾക്കെതിരെ പ്രതികാര നടപടിയുമായി മാനേജ്മെന്റ് രംഗത്തെത്തിയിരിക്കുകയാണ്. സമരം ചെയ്തവർക്ക് ഫെബ്രുവരിയിലെ ശമ്പളം വൈകിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡയസ്നോൺ ബാധകമാക്കി ഒരു ദിവസത്തെ ശമ്പളം പിടിക്കുന്നതിന് പുറമെയാണ് പുതിയ നടപടി. സമരം ചെയ്ത ജീവനക്കാരുടെ ശമ്പള ബിൽ പ്രത്യേകം തയ്യാറാക്കാനാണ് നിർദ്ദേശം. ഡയസ്നോൺ ബാധകമല്ലാത്ത ജീവനക്കാരുടെ ബില്ലുകൾ സമയബന്ധിതമായി പ്രോസസ് ചെയ്ത് അപ്രൂവൽ നൽകണമെന്നും ചീഫ് അക്കൌണ്ട് ഓഫീസറുടെ നിർദ്ദേശത്തിൽ പറയുന്നു. ഡയസ്നോൺ എൻട്രി വരുന്ന ജീവനക്കാരുടെ ഫെബ്രുവരിയിലെ ശമ്പളം സ്പാർക്ക് സെല്ലിൽ നിന്ന് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ അനുവദിക്കാവൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ പണിമുടക്കിയ ഉദ്യോഗസ്ഥരുടെ ശമ്പളം വൈകുമെന്ന് ഉറപ്പായി. അതേസമയം പുതിയ 32 AC ബസ്സുകൾ വാങ്ങാനുള്ള കരാർ ഉറപ്പിച്ചതോടെ ബംഗളൂരു റൂട്ടിലേക്ക് കേരള RTCയുടെ കൂടുതൽ AC ബസ്സുകളെത്തും. 8 സ്ലീപ്പർ, 14 AC സീറ്റർ കം സ്ലീപ്പർ, 10 സീറ്റർ ബസ്സുകളാണ് പുതുതായി വാങ്ങുന്നത്. മികച്ച വരുമാനം ലഭിക്കുന്ന ബംഗളൂരു സെക്ടറിൽ കേരള RTCയുടെ വോൾവോ, സ്കാനിയ ബസ്സുകൾ പലതും 10 വർഷത്തിലേറെ കാലപ്പഴക്കമുള്ളതാണ്. ഓട്ടത്തിനിടെ ബസ്സുകൾ തകരാറിലാകുന്നത് പതിവായതോടെ വരുമാന നഷ്ടവും ഏറെയാണ്. കർണാടക RTCയും സ്വകാര്യ ബസ്സുകളും കൂടുതൽ AC സ്ലീപ്പർ സർവീസുകൾ ആരംഭിച്ചതോടെ പഴഞ്ചൻ ബസ്സുകളുള്ള കേരള RTCക്ക് ഇവരുമായി മത്സരിക്കാനാകുന്നില്ല. 3 വർഷം മുൻപ് കേരള RTCയുടെ AC സ്വിഫ്റ്റ് ബസ്സുകൾ എത്തിയെങ്കിലും ചുരുക്കം റൂട്ടുകളിൽ മാത്രമാണ് ഇവ സർവീസ് നടത്തുന്നത്. സ്വിഫ്റ്റിന്റെ മൾട്ടി ആക്സിൽ AC സ്ലീപ്പർ ബസ്സായ ഗജരാജിയുടെ 4 വീതം സർവീസുകൾ തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കുമാണ്. ഈ ബസ്സുകൾ തകരാറിലായാൽ പകരം ഓടിക്കാൻ സ്ലീപ്പർ ബസ്സില്ല. കൂടാതെ സ്വിഫ്റ്റിന്റെ തിരുവനന്തപുരം സീറ്റർ കം സ്ലീപ്പർ ബസ് സർവീസ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമാണ്. 2 ബസ്സുകൾ ഉണ്ടെങ്കിൽ പ്രതിദിന സർവീസ് ആരംഭിക്കാം. പ്രൈവറ്റ് ബസ്സുകളുടെ അവസ്ഥയും ഇപ്പോൾ കട്ടപ്പുറത്ത് തന്നെയാണ്. 15 കൊല്ലം മുമ്പ് സംസ്ഥാനത്ത് 34,000 ബസ് സർവീസുകൾ ഉണ്ടായിരുന്നത് നഷ്ടത്തെ തുടർന്ന് 7,000-ആയി ചുരുങ്ങിയെന്ന് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകൾ പുതുക്കുമ്പോൾ ഓർഡിനറിയാക്കി മാറ്റി അവ കെഎസ്ആർടിസിക്ക് നൽകുകയാണ്. ദിവസം 14,000 രൂപ നഷ്ടമുണ്ടാക്കുകയാണ് കെഎസ്ആർടിസി. സർക്കാരിന്റെ തെറ്റായ നയത്തെ തുടർന്ന് സംസ്ഥാനത്ത് 34,000 സർവീസ് ഉണ്ടായിരുന്നത് 7,000-ആയി കുറഞ്ഞു. ദൂരപരിധി നോക്കാതെ നിലവിലുള്ള പെർമിറ്റുകൾ അതേപടി പുതുക്കണം. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണം. നിലവിൽ ടിക്കറ്റിന്റെ 10% ഉടമയോ ജീവനക്കാരോ അറിയാതെ വാഹനത്തിലെ ഫോട്ടോയെടുത്ത് ഏകപക്ഷീയമായി പിഴ ചുമത്തുന്നത് നിർത്തണം. ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കണം. നിസ്സാര കാര്യങ്ങൾക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യരുതെന്നും ആവശ്യപ്പെട്ടു. ചെലവ് വർദ്ധിപ്പിക്കുന്നതിന് ആനുപാതികമായി വരുമാനം വർദ്ധിപ്പിക്കാൻ റെഗുലേറ്ററി കമ്മീഷനെ നിയമിക്കണം. ഡിറ്റക്ഷൻ സെൻസർ ക്യാമറ ഘടിപ്പിക്കണമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. ബസ് ഉടമകളുടെ ഉത്തരമേഖല പ്രതിഷേധ സംഗമവും പ്രകടനവും 25-ന് വൈകിട്ട് 4-ന് കോഴിക്കോട്ട് നടക്കും. സ്റ്റേഡിയം പരിസരത്ത് നിന്ന് തുടങ്ങുന്ന പ്രകടനം ഏപ്രിലിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സർവീസ് നിർത്തിവെക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.